ഹായ് മൈ ഡിയർ ഫാമിലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പലഹാരമാണ്. നമ്മുടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ ഒരു പലഹാരം. ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ കൂരവാണ്. മുത്താറി എന്നൊക്കെ പറയുന്ന നമ്മുടെ കൂരവ്. അത് നന്നായിട്ട് 2-3 വെള്ളം കഴുകി അരിച്ച് ഒരു വെള്ളത്തിൽ ഞാനൊന്ന് കൂരാനായിട്ട് ഇട്ടിട്ടുണ്ട്. മാക്സിമം 1 മണിക്കൂറൊക്കെ ഇട്ടേക്കണം. ശേഷം ഞാൻ ആ വെള്ളത്തോടൊപ്പം തന്നെ അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് തട്ടി അരച്ച് എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ച ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കണം കേട്ടോ. ശേഷം അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അന്ന് നമുക്ക് കുറുക്കിയെടുക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂരവിൻ്റെ പൊടി ചേർത്താലും മതിയാകും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ ചേർക്കുക. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കരയും കുറച്ച് പൊടിച്ച ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര നമ്മുടെ മധുരത്തിന് അനുസരിച്ചാണ് ചേർക്കേണ്ടത്. അപ്പോൾ ശർക്കരയെല്ലാം ഒന്ന് ഉരുകി വരുന്നുണ്ട്. അതിൻ്റെ വെള്ളവും കൂടെ ഒന്ന് ഇറങ്ങി അതൊക്കെ ഒന്ന് വറ്റി നമ്മുടെ ഇട്ട ആ കൂരവിൻ്റെ മിശ്രിതത്തിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ശേഷം അതൊന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ശർക്കര മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പം നമുക്കത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ശേഷം ഞാനിവിടെ നമ്മുടെ ഇടിയപ്പ പാത്രം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രം. പിന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വാഴയില മുറിച്ച് വയ്ക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രമാണോ അതെടുക്കാം കേട്ടോ. അതിലേക്ക് ഞാനൊരു വാഴയില വെച്ചിട്ടുണ്ട്. അതൊന്ന് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂരവിൻ്റെ ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മുടെ കയ്യിൽ ഉള്ള നട്ട്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലോട്ടൊന്ന് ആവി കയറ്റാനായിട്ട് വയ്ക്കാം. മാക്സിമം ഒരു 5 മിനിറ്റ്. ശേഷം തണുത്ത ശേഷം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. വളരെ ടേസ്റ്റിയും നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പലഹാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവും. ഹെൽത്തിയുമാണ്. വേറൊരു പ്രിസർവേറ്റീവ്സും ഒന്നും ചേർത്തിട്ടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.